ഉറപ്പാക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ലോകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ടെന്നും രാഷ്ട്രീയപരമായും വംശീയപരമായും മതപരമായുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി പറഞ്ഞു. വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന സെമിനാറും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് സമാധാനം സൃഷ്ടിക്കുന്നതിൽ ബൈബിളും ക്രൈസ്തവ സമൂഹവും വഹിക്കുന്ന പങ്ക് അത് ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വിശ്വസിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഏതെല്ലാം ഭരണകൂടമാണോ ആ ഭരണകൂടത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്നതും ക്രൈസ്തവ കുടുംബങ്ങളിൽ ജനിച്ചിട്ടുള്ളവരാണ്. അപ്പൊ ലോകസമാധാനത്തിന് ക്രൈസ്തവ വിശ്വാസവും ഭരണകൂടങ്ങളും നിർണായകമായ പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്ന വസ്തുതയാണ്. പക്ഷെ ലോകത്തുണ്ടാകുന്ന ഓരോ സംഭവത്തിലും ജനങ്ങളോടൊപ്പമാണോ ഈ ഭരണകൂടങ്ങൾ എന്നത് പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസ് അധ്യക്ഷത വഹിച്ചു. സമാധാനമില്ല, വ്യക്തികൾക്ക് സമാധാനമില്ല, കുടുംബങ്ങൾക്ക് സമാധാനമില്ല. നമുക്കറിയാം, ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവ് ആരാണ്? ട്രംപ്. ട്രംപിന് സമാധാനമില്ല, നെതന്യാഹുവിന് സമാധാനമില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുണ്ടോ മുഖ്യമന്ത്രിക്കുണ്ടോ? ചെറിയവർ മുതൽ വലിയവർ വരെ ആർക്കും സമാധാനമില്ല. സമാധാനം എങ്ങനെ യാഥാർത്ഥ്യമാകും? സമാധാന പ്രഭുവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ സമാധാനം സംജാതമാകത്തുള്ളൂ. യഥാർത്ഥ സമാധാനം കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. ലോകത്തിന് തരാൻ കഴിയാത്ത മദ്യത്തിനും മയക്കുമരുന്നിനും ലോകത്തിലെ ഇമ്പങ്ങൾക്ക് തരാൻ കഴിയാത്ത സമാധാനമാണ് യേശു ക്രിസ്തു നൽകുന്ന ദിവ്യ സമാധാനം. ആ സമാധാനം ലോകത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ലോകത്തിന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. മുൻ MLA രാജു എബ്രഹാം മുഖ്യ സന്ദേശം നൽകി. കേരള കോൺഗ്രസ് നേതാവ് അപ്പു ജോസഫ് തുടങ്ങി പ്രമുഖർ സംസാരിച്ചു എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേരുകയാണ്. തോസുട്ടി പാസ്റ്റർ മന്ത്രി പറഞ്ഞതുപോലെ റാന്നിയിലോ ചെങ്ങന്നൂരിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല. അദ്ദേഹം ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതൊരു വിസ്ഫോടനമായി ഈ നാടിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്ന ലോക സമാധാനത്തിന് വേണ്ടിയാണ് ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെ നാടിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രധാനപ്പെട്ട ഈ വേദിയിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. അതായത് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം നയിക്കുന്ന ഒരു കുടുംബം അവര് സമാധാനത്തിലും സന്തോഷത്തിലും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സമാധാനത്തിൻ്റെതായിരുന്നുവെന്നും ബൈബിൾ ലോകത്തിന് നൽകുന്ന സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമാണെന്നും മന്ത്രി സജി ചെറിയാൻ. വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാറും സാംസ്കാരിക സമ്മേളനവും UCA ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകത്ത് സമാധാനം സൃഷ്ടിക്കുന്നത് ബൈബിളും ക്രൈസ്തവ സമൂഹവും അത് ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വിശ്വസിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നത്
ക്രൈസ്തവ വിശ്വാസവും ഭരണകൂടങ്ങളും നിർണായകമായ പങ്ക് നിർവഹിക്കുന്നുണ്ട് എന്ന വസ്തുതയാണ്. പക്ഷെ ലോകത്തുണ്ടാകുന്ന ഓരോ സംഭവത്തിലും ജനങ്ങളോടൊപ്പമാണ് ഈ ഭരണകൂടങ്ങൾ എന്നത് ഗൗരവമായ തന്നെ പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കുന്നത്. സ്വാർത്ഥത ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ സന്ദേശവാഹകരായാൽ എല്ലാ യുദ്ധങ്ങളും അവസാനിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. പാസ്റ്റർ തോമസ് കുട്ടി പുന്നൂസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA രാജു എബ്രഹാം മുഖ്യ സന്ദേശം നൽകി. ലോകസമാധാനം ബൈബിൾ വീക്ഷണത്തിൽ എന്ന വിഷയത്തിൽ പാസ്റ്റർ വർഗീസ് മത്തായി പ്രബന്ധം അവതരിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് നേതാവ് അപ്പു ജോസഫ്, ജ്ഞാനായ സമുദായ സെക്രട്ടറി TO എബ്രഹാം, സുവിശേഷകൻ VM ബാബു, തിരുവമ്മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജൻ PV, ജേക്കബ് തോമസ് അരികുപുറം, KV വർഗീസ്, രാജൻ കണ്ണാട്, തോമസ് കൊണ്ടോടി, സജി കിളാത്തറ, തോമസ് ഉമ്മൻ പുത്തമ്പുരയ്ക്കൽ, ജോണി കുതിരവട്ടം, ഷാജി കുതിരവട്ടം, റവറൻ ജാക്സൺ ജോസഫ്, ഡോക്ടർ AM വർഗീസ്, ഡോക്ടർ ഷിബു ഉപ്പൻ, അഡ്വക്കേറ്റ് ജോർജ് ജേക്കബ്, ഷാജി തേക്കാട്ടിൽ, ഗ്രേസി ഫിലിപ്പ്, ജിൻഡിൽ ജിൻസാദ്, ഈപ്പൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.